ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സിൽ ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് ജേർണലൈസ് ചെയ്യുന്നു. ജേർണലിലേക്ക് ജേർണൽ എൻട്രികൾ എഴുതുന്നു. അത് കഴിഞ്ഞ് ജേർണൽ എൻട്രികൾ ലെഡ്ജറിലേക്ക്, അതായത് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്നു. ഈ ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസുകൾ ഉപയോഗിച്ചാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിംഗ് വർക്കുകൾ, അതായത് ജേർണലൈസിംഗ്, പോസ്റ്റിംഗ്, ബാലൻസിംഗ്, ഇവ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് അക്കൗണ്ടന്റുമാര് ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. But trial balance is a statement prepared to test അല്ലെങ്കിൽ check the arithmetical accuracy of books of accounts. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു അക്കൗണ്ടുകളുടെ ബാലൻസുകളുണ്ട്. ജേർണലൈസിംഗ്, പോസ്റ്റിംഗ്, ബാലൻസിംഗ്, അല്ലെ? അപ്പൊ അക്കൗണ്ടുകളുടെ ബാലൻസുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇതിനെ ട്രയൽ ബാലൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി, സംഖ്യാപരമായിട്ട് ശരിയാണോ എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ എഴുതുമ്പോഴും അതിന് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും ഒരുപോലെ വരണം. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് എഴുതുമ്പോഴും അതുപോലെ നമുക്ക് ഈ ഡെബിറ്റ് ബാലൻസ്, അക്കൗണ്ടുകളുടെ ഡെബിറ്റ് ബാലൻസുകൾ, ഇതിവിടെ നമുക്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുണ്ട്. അതിന്റെ ടോട്ടലുകൾ തിരിച്ചെഴുതണം. തിരിച്ചെഴുതി കഴിയുമ്പോൾ ഇത് രണ്ടും എന്തായി വരണം? ഡെബിറ്റ് അക്കൗണ്ടുകളുടെ ടോട്ടലും ക്രെഡിറ്റ് അക്കൗണ്ടുകളുടെ ടോട്ടലും ഒരുപോലെ വന്നെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാം. അപ്പൊ ഇത് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അക്കൗണ്ടുകളും അതിന്റെ ബാലൻസുകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് അക്കൗണ്ടുകളെ മെയിൻ ആയിട്ട് 5 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇൻകം അല്ലെങ്കിൽ റവന്യൂ, ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് 5 അക്കൗണ്ടുകളുടെ ഗ്രൂപ്പുകൾ. അതിൽ അസറ്റ് അക്കൗണ്ടുകൾക്കും എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അതുപോലെ ലയബിലിറ്റി, ഇൻകം അല്ലെങ്കിൽ റവന്യൂ, അതുപോലെ ക്യാപിറ്റൽ, ഈ അക്കൗണ്ടുകളുടെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ആ അക്കൗണ്ടുകളുടെ ബാലൻസുകളൊക്കെ ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ഓരോ അക്കൗണ്ട് നോക്കിയിട്ട് അത് ഏത് അക്കൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. അസറ്റ് ആണോ, എക്സ്പെൻസ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആണോ, ക്യാപിറ്റൽ ആണോ എന്ന് നോക്കുക. എന്നിട്ട് അതാത് കോളത്തിലേക്ക് അക്കൗണ്ടിന്റെ പേര് എഴുതി, ഡെബിറ്റ് ആണ് ബാലൻസ് എങ്കിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലേക്ക് അതിന്റെ എമൗണ്ട് എഴുതണം. ക്രെഡിറ്റ് ആണ് കോളം, ക്രെഡിറ്റ് ബാലൻസ് ആണ് അക്കൗണ്ടിനെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലേക്ക് എമൗണ്ട് എഴുതണം. ഇതിപ്പോ നമ്മൾ ബാലൻസ് മെത്തേഡ്, 2 മെത്തേഡാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ബാലൻസ് മെത്തേഡും ടോട്ടൽ മെത്തേഡും. ബാലൻസ് മെത്തേഡാണ് നിങ്ങളെ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ബാലൻസ് മെത്തേഡില് അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ ഹരി ആസ് ഓൺ 31/12/2018 അണ്ടർ ബാലൻസ് മെത്തേഡ്. ഇവിടെ ഏതാനും അക്കൗണ്ടുകളുടെ ബാലൻസ് തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 10,000 ആണ്, ക്യാപിറ്റൽ 50,000 ഉണ്ട്, ഡെറ്റേഴ്സ് 20,000 ഉണ്ട്, സ്റ്റോക്ക് ഓൺ 1/1/2018 ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 7,000, സാലറി പെയ്ഡ് 5,000, കമ്മീഷൻ റിസീവ്ഡ് 400, വേജസ് 2,000, റെന്റ് പെയ്ഡ് 1,400, 1,500, സെയിൽസ് 30,000, ക്രെഡിറ്റേഴ്സ് 24,000, ക്യാഷ് ഇൻ ഹാൻഡ് 7,500, പർച്ചേസസ് 12,000, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 8,400, ഫർണിച്ചർ 25,000. അപ്പോൾ കുറച്ച് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഈ അക്കൗണ്ടുകളുടെ പേരുകളൊക്കെ. അപ്പൊ ഈ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ തന്നിരിക്കുന്നു. ഇതിനെ നമുക്ക് അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അക്കൗണ്ടുകളുടെ പേരും അതുപോലെ തന്നെ എമൗണ്ട് തന്നുള്ളൂ. അപ്പൊ ഓരോന്ന് എടുത്തിട്ട് അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, അല്ല റവന്യൂ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ആണോ നോക്കണം. എന്നിട്ട് അതിന് വേണം നമ്മൾ ഇങ്ങോട്ട് എഴുതാൻ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക്. ആദ്യം അക്കൗണ്ടിന് പേര് എഴുതാം. ക്യാഷ് at
ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബാങ്കിൽ പണം ഉള്ളതാണ്. ഇപ്പം ബാങ്കിൽ പണം എന്താണ്? അതൊരു അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടുകൾക്ക് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ്. അപ്പൊ അതിന്റെ ആ 10,000 രൂപ ഡെബിറ്റ് എമൗണ്ടിലേക്ക് വേണം എഴുതാൻ. ഡെബിറ്റിലേക്ക് എഴുതാം. ഇനി അടുത്ത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ 50,000 ഉണ്ട്. നമുക്ക് എല്ലാ അക്കൗണ്ടുകളുടെയും പേര് ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്താണ്? ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റലിന്റെ ബാലൻസ് എമൗണ്ട് നമ്മൾ ഈ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലേക്ക് വേണം എഴുതാൻ. ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുത്ത് എഴുതണം. ഡെറ്റേഴ്സ്. അടുത്ത ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺസ് ഓർ എന്റിറ്റീസ് ഹു ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസിന് പണം തരാനുള്ള ആൾക്കാരെ, വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ നമുക്ക് ഡെറ്റേഴ്സ് എന്ന് വിളിക്കാം. അവരെല്ലാം കൂടെയാണ് ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പണം തരാനുള്ള ആൾക്കാരാണ്. അപ്പൊ അതെന്താ? അസറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഡെബിറ്റ് ആണ് ബാലൻസ് എഴുതേണ്ടത്. ഡെബിറ്റ്. അടുത്തത് സ്റ്റോക്ക് ഓൺ 1/1/2018. അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ആയിട്ടുള്ള ജനുവരി 1 സ്റ്റോക്ക് ആണ്. ഇത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കും. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതും അസറ്റ് ആണ്. നമുക്ക് ബിസിനസ്സിൽ അസറ്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് എഴുതേണ്ടത്. 7,000 ഡെബിറ്റ്. അടുത്തത് സാലറി പെയ്ഡ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളം. ശമ്പളം കൊടുക്കുക. അപ്പോൾ എന്താണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആണെന്ന് ഓർത്ത് നോക്കുക. എക്സ്പെൻസിന് ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് അസറ്റിന് എക്സ്പെൻസിന് ഡെബിറ്റ് ആണ്. അപ്പം സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ് അക്കൗണ്ടിന്. സാലറി പെയ്ഡ് ഡെബിറ്റ് 5,000 ഡെബിറ്റ്. ഇനി അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കിട്ടിയതാണ്. അപ്പൊ അതൊരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആണ്. അപ്പം അതിന്റെ പേര് എഴുതാം. കമ്മീഷൻ റിസീവ്ഡ് ഇൻകം. അപ്പൊ ഇൻകത്തിന്റെ റവന്യൂവിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൽ വേണം എഴുതാൻ. അടുത്ത വേജസ് പെയ്ഡ്. വേജസ് കൂലി കൊടുത്തു. അത് ഒരു എക്സ്പെൻസ് ആണ്. വേജസ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വേണം എഴുതാൻ. അടുത്തത് റെന്റ് പെയ്ഡ് ആണ്. റെന്റ് വേജസിനെ പോലെ തന്നെ ഒരു എക്സ്പെൻസ് ആണ് റെന്റ്. അപ്പൊ റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻസിന് ആയതുകൊണ്ട് അതിന്റെ എമൗണ്ട് നമുക്ക് എവിടെ എഴുതണം? ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വേണം എഴുതി. അടുത്ത സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ ആണ് അല്ലെ? ഗുഡ്സ് വിറ്റ് നമുക്ക് പണം കിട്ടുന്നതാണ്. അതാണ് റവന്യൂ. റവന്യൂ മീൻസ് ദ എമൗണ്ട് ഏൺഡ് ബൈ എ ബിസിനസ് ബൈ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിംഗ് സർവീസസ്. സേവനങ്ങൾ നൽകുന്നതിലൂടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ബിസിനസ്സിന് ലഭിക്കുന്ന പണത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് തന്നെ എന്താണ്? സെയിൽസ് ആണ്. അപ്പൊ നമുക്ക് സെയിൽസിന് ക്രെഡിറ്റ് റവന്യൂ ആണ്. അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എമൗണ്ട് 30,000. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറ്റേഴ്സ് അല്ലെ? ഡെറ്റേഴ്സ് നമ്മൾ കണ്ടാണ്. അതുപോലെ അതിന് ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ എന്റിറ്റീസ് ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ഒരു ബിസിനസ് സ്ഥാപനം വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനുണ്ടാവും. അങ്ങനെയുള്ള ആർക്കാണോ കൊടുക്കാനുള്ളത് അവരെ എല്ലാവരെയും കൂടെ ചേർത്താണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതൊരു ലൈബിലിറ്റി ആണ്. പണം കൊടുക്കാനുള്ള ഒരു ലൈബിലിറ്റി ആണ്. അപ്പൊ അത് ലൈബിലിറ്റി ആയതുകൊണ്ട് അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്. 24,000 ക്രെഡിറ്റ് ബാലൻസ് എഴുതാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അക്കൗണ്ടുകളുടെ പേരും എമൗണ്ടും മാത്രമേ വന്നുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ ഓരോന്നും ഏതാണ് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള കോളങ്ങളിലേക്കാണ് മാറ്റി മാറ്റി എമൗണ്ട് എഴുതുന്നത്. ഇനി അടുത്ത ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് കൈവശം ബിസിനസ്സിൽ ഇരിക്കുന്ന പണമാണ്. അതൊരു അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്കിനെ പോലെ തന്നെ അസറ്റ് ആണ്. അപ്പൊ അത് ഡെബിറ്റ് ബാലൻസ്. അടുത്തത് പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപ്പനയ്ക്ക് വേണ്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ അത് നമ്മൾ എന്ത് പേര് വിളിക്കും? പർച്ചേസ്. പർച്ചേസ് മീൻസ് എമൗണ്ട് സ്പെൻഡ് ഫോർ ഏണിംഗ് റവന്യൂ. നമ്മൾ റവന്യൂ ഏൺ ചെയ്യണം. റവന്യൂ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിറ്റ് പണം കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഗുഡ്സ് വാങ്ങിക്കണം. അപ്പൊ ആ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കിയ പണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പർച്ചേസ് എന്ന് വിളിക്കാം. അപ്പം പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്.
11,000. ഇനി അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം ആണ്. ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനങ്ങള് നമ്മൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുത്ത് റിസ്കിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഇൻഷുറൻസ് പോളിസികൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന് കൊടുക്കുന്ന പ്രീമിയമാണ് ഇൻഷുറൻസ് പ്രീമിയം. അതൊരു എക്സ്പെൻസ് ആണ്, ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അപ്പൊ അത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. എക്സ്പെൻസിന് ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വേണം എഴുതാൻ. അടുത്തത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഫർണിച്ചർ അസറ്റ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന അക്കൗണ്ടുകളെല്ലാം നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞു. ക്യാഷ് ബാങ്ക് അസറ്റ് ആണ്, ഡെബിറ്റ്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, സാലറി പെയ്ഡ്. ഡെറ്റേഴ്സ് അസറ്റ് ഡെബിറ്റ് ആണ്, സ്റ്റോക്ക് അസറ്റ് ആണ് ഡെബിറ്റ്, സാലറി പെയ്ഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ്, കമ്മീഷൻ റിസീവ്ഡ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ്, വേജസ് പെയ്ഡ് റെന്റ് പെയ്ഡ് ഇതൊക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് റവന്യൂ ആണ് ക്രെഡിറ്റ്, ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ് അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ഡെബിറ്റ് ബാലൻസ്. പർച്ചേസ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് വാങ്ങിയതാണ്. ഇപ്പൊ അത് എക്സ്പെൻസ് ടീച്ചറായിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് 11,000 ഡെബിറ്റ്. ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ബാലൻസ്. ഫർണിച്ചർ അസറ്റ് ആണ് ഡെബിറ്റ് ബാലൻസ്. ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്യണം. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് $1,04,000. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടോ, ഡെബിറ്റ് അക്കൗണ്ടുകളുടെ ടോട്ടൽ എല്ലാം എടുത്തപ്പോൾ 1,04,400 വന്നു. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലൈബിലിറ്റി, ഇൻകം അല്ലെങ്കിൽ റവന്യൂ, ക്യാപിറ്റൽ ഈ 3 അക്കൗണ്ടുകളുടെ ബാലൻസ് എടുക്കുമ്പോൾ ക്രെഡിറ്റ് ഒരുപോലെ വന്നു. അപ്പൊ ഇങ്ങനെ ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അതായത് ബാലൻസിങ് വരെയുള്ള നമ്മുടെ അക്കൗണ്ടിങ് വർക്കുകൾ കറക്റ്റ് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് വളരെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമല്ല എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി, സംഖ്യാപരമായിട്ട് ശരിയാണ്. അതായത് ഡെബിറ്റ് എമൗണ്ട് അക്കൗണ്ട് ടോട്ടലുകളും ക്രെഡിറ്റ് അക്കൗണ്ടുകളുടെ ടോട്ടലും ശരിയാണ്, അത് ചെക്ക് ചെയ്യാം. അത് ഇത് ടാലി ആവാതെ വരാൻ ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എറർ ഉണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, തെറ്റുകളുണ്ട്. അപ്പൊ ടു ലൊക്കേറ്റ് ദ എറർ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. കൂടാതെ ഒരു ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം എടുക്കേണ്ട കാര്യമില്ല. അക്കൗണ്ടുകളുടെ എല്ലാ ബാലൻസുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ട്രയൽ ബാലൻസ് എന്താണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ബേസ് ചെയ്താണ്. അസറ്റ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ടുകളും ഡെബിറ്റ് കോളത്തിൽ വേണം എഴുതാൻ. ലൈബിലിറ്റി, ഇൻകം അല്ലെങ്കിൽ റവന്യൂ, ക്യാപിറ്റൽ ഇതിനെ ക്രെഡിറ്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.